പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണെ അയ്യപ്പ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും അധികം ഹിറ്റായ മറ്റൊരു പാരഡി ഗാനം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായതോടെ ഈ ഗാനം പ്രചരണത്തിനായി UDFും NDA മുന്നണിയും ഏറ്റെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ഈ ഗാനം. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തവർ പോലും ഇതോടെ ഈ പാരഡിയുടെ മയക്കത്തിൽ വീണു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പായി മാറ്റിയെന്നും ശാസ്താവിന്റെ ധനമൂറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടതെന്നും പറയുന്ന ഈ പാട്ട് ഒരു തവണയെങ്കിലും കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണപ്പാളികൾ മാറ്റിയെ, ശാസ്താവിൻ ധനമൂറ്റിയെ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണെ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണെ അയ്യപ്പ. ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മല കയറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചിട്ടുള്ളത് ഒരു പോറ്റി. ഇങ്ങനെ പോകുന്നു പാട്ടിലെ ആ വരികൾ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ജനപ്രിയ ഭക്തിഗാനത്തിന്റെ പാരഡിയാണിത്. ഇൻസ്റ്റാഗ്രാമിലടക്കം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഈ പാരഡി പാട്ട് ഇപ്പോഴും നിരവധി പേരാണ് ഷെയർ ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥും ഈ ഗാനം പാടിയിരുന്നു. ഇതോടെ ആരാണ് ഈ പാട്ടിന് പിന്നിൽ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. ഒടുവിൽ തിരച്ചിലിന് ഒടുവിൽ പോറ്റിയെ കേറ്റി എന്ന വരികളുള്ള വൈറൽ ഗാനത്തിന് പിന്നിലെ കലാകാരനെ കണ്ടെത്തി. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയായ ദാനിഷാണ് സ്വർണം കട്ടവനാരപ്പ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ഈ ഗായകന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമായിരുന്നു. ഒരു ഇലക്ഷൻ വർക്ക് എന്ന നിലയിൽ പ്രതീക്ഷിക്കാതെയാണ് പാട്ട് റെക്കോർഡ് ചെയ്തതെന്നും എന്നാൽ അത് ഇത്രയേറെ വൈറലാകുമെന്ന് കരുതിയില്ലെന്നും ഗായകൻ ദാനിഷ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഈ പാട്ടിന് സാധിച്ചു എന്ന് കമന്റ് സെക്ഷനുകളിൽ പലരും അഭിപ്രായപ്പെട്ടതായും അദ്ദേഹം പറയുന്നു. പാടിയത് കൂട്ടിലങ്ങാടി സ്വദേശി ദാനിഷ് ആണെങ്കിലും നാദാപുരത്തുള്ള പ്രവാസി GP ചാലപ്പുറമാണ് വരികൾ രചിച്ചത്. LDFനെതിരായ വിമർശനമാണ് ഗാനത്തിന്റെ പ്രധാന ഉള്ളടക്കം. അതിനാൽ UDFന് പുറമെ മറ്റ് പാർട്ടികളും ഈ ഗാനം പ്രചരണത്തിനായി ഉപയോഗിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നേട്ടമുണ്ടാക്കിയതിനൊപ്പം ഗായകൻ ദാനിഷിന് പ്രശസ്തി നേടിക്കൊടുക്കാനും ഈ വൈറൽ ഗാനത്തിന് സാധിച്ചു. ഈ പാട്ട് എഴുതിയതിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ, ഇതിപ്പോ ഒറിജിനൽ മറന്നല്ലോ എന്നൊരു അർത്ഥവത്തായ വരികൾ. വയലാർ എഴുതുമോ ഇതുപോലെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ഗാനത്തെക്കുറിച്ചുള്ള കമന്റുകൾ. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി സ്വദേശിയായ ദാനിഷാണ് സ്വർണം കട്ടവനാരപ്പ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ഈ ഗായകന് വേണ്ടിയുള്ള അന്വേഷണം ശക്തമായിരുന്നു.